Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ coconut streusel cake ന്റെ റെസിപ്പി കാണാം. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന കേക്ക് ഒരു കോക്കനട്ട് ബേസ് കേക്കാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന കേക്കാണ്. ആ കേക്കിൻ്റെ പുറത്ത് നമ്മളൊരു ക്രിസ്പി ആയിട്ടൊരു ടോപ്പിങ്ങും കൊടുക്കും. അതാണ് സ്ട്രൂസൽ ടോപ്പിംഗ്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു ബോളിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദ, ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറോടെ ചേർക്കാം. ഇതൊരു വയർ വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അരിപ്പയിൽ കൂടെ സിഫ്റ്റ് ചെയ്തെടുക്കാം, തള്ളിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് മുട്ട സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ റെസിപ്പിക്ക് വേണ്ടത് 4 മുട്ടയാണ്. നാല് മുട്ട സെപ്പറേറ്റ് ചെയ്തു. നമുക്ക് വൈറ്റ് തന്നെയായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. യോക്ക് മാറ്റി വെക്കാം. എഗ് വൈറ്റ് നല്ല സ്റ്റിഫ് ആവുന്ന വരെ ബീറ്റ് ചെയ്യുക. നമ്മൾ കമത്തിയാൽ താഴെ വീഴാത്തൊരു വരും. മാറ്റി വെക്കാം. അടുത്തായിട്ടൊരു വലിയ ബോൾ എടുക്കുക. അതിലേക്ക് 125 ഗ്രാം ബട്ടർ, ഒരു 1/8 ടീസ്പൂൺ ഉപ്പ്, 2 കപ്പ് പഞ്ചസാര. പിന്നെ പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കുന്നത് 2 കപ്പ്. പഞ്ചസാര പൊടിച്ചിട്ട് എപ്പോഴും അരിപ്പയിൽ കൂടെ തള്ളിയെടുക്കുക, കട്ട ഉണ്ടാവും. ബട്ടറും പൊടിച്ച പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ സെയിം ബീറ്റർ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ബട്ടറും ഷുഗറും കൂടെ നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുട്ട ചേർക്കാം. മുട്ടയുടെ ഉണ്ണി, ഇടയ്ക്ക് എൻ്റെ സൈഡ്സ് ഒക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ കോക്കനട്ട് ഫ്ലേവർ കൊടുക്കാനായിട്ട് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്ക് വേണ്ടത് 1 കപ്പാണ്. എൻ്റെ പകുതി ഇപ്പം ചേർക്കാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് തിക്കായിട്ടുള്ള ടെട്രാ പാക്കിൽ കിട്ടുന്ന തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മിൽക്ക് പൗഡർ ഉപയോഗിക്കാം. മിൽക്ക് പൗഡർ ആണെങ്കിൽ നമുക്ക് ഒരു 3/4 കപ്പ് വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്താൽ തിക്കായിട്ടുള്ള പാൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് തേങ്ങയിൽ നിന്ന് നല്ല തിക്കായിട്ടുള്ള പാലെടുക്കുക. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ മാറ്റാം. ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാനുണ്ട്, 1 ടീസ്പൂൺ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊടിയുടെ ഒരു 1/3 ചേർക്കാം. അത് മൈദ ബേക്കിംഗ് പൗഡറോടെ ഇടഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇത് ഫോൾഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, മൊത്തം തേങ്ങാപ്പാൽ നമുക്ക് വേണ്ടത് 1 കപ്പാണ്. അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള പൊടിയുടെ 1/3 ചേർക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഈ കോക്കനട്ട് മിൽക്ക് കേക്ക്. ബാക്കിയുള്ള പൊടിയും കൊണ്ട് ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ് വൈറ്റിൻ്റെ മിക്സ്ചർ പകുതി ചേർക്കാം. നന്നായിട്ട് ഫോൾഡും ചെയ്യുക.
ഭാഗത്ത് മുട്ടയുടെ വെള്ളയുടെ പോർഷനെല്ലാം നമ്മൾ കമ്പൈൻഡ് ആയി കഴിയുമ്പോൾ ബാക്കിയും കൂടെ ചേർക്കുക. അപ്പോൾ കേക്ക് ബാറ്റർ റെഡിയാണ്. ഇനി നമുക്കിത് ടിന്നിലേക്ക് ഒഴിക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 8.5 ഇഞ്ചിൻ്റെ, ചെക്ക് ചെയ്ത് നോക്കിയാൽ 8.5 ഇഞ്ച് വലുപ്പം ഉണ്ടാവും ടിന്നാണ്. അതിനകത്തേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ അവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ചൂടായ അവനിലേക്ക് വെച്ച് ഇത് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രി തന്നെ ഒരു 20 മിനിറ്റ്, 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. നമ്മൾ നോക്കുന്ന ഒരു സ്റ്റേജ് ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് സെറ്റാവും. ആ ഒരു പരുവം വരെ ബേക്ക് ചെയ്യുക. ബേക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തിടാൻ പോകുന്ന ടോപ്പിംഗ് ഇട്ടിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്യും. അടുത്തായിട്ട് നമ്മൾ ടോപ്പിംഗ് കൊടുക്കാനായിട്ട്, സ്ട്രൂസൽ ടോപ്പിംഗ് കൊടുക്കാനായിട്ട്, സ്ട്രൂസൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1/3 കപ്പ് മൈദ എടുത്തു. അതിൻ്റെ പകുതിയും കൂടെ വേണം. ഇത്രയും കൂടെ എടുത്തു. ആ സെയിം കപ്പിൽ തന്നെ പൗഡേർഡ് ഷുഗർ 1/3 കപ്പ്, കാഷ്നട്ട്സ് 1/3 കപ്പ്, കോക്കനട്ട് തിരുമിയ തേങ്ങ ഗ്രേറ്റഡ് കോക്കനട്ട് 1/3 കപ്പ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ കൈ വെച്ച് നന്നായിട്ടത് മിക്സ് ചെയ്യുക. നമ്മൾ പുട്ടിനൊക്കെ നനച്ചു കൊടുക്കുന്ന പോലെ റബ്ബിൻ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഫ്ലേവർ എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/8 ടീസ്പൂൺ ഉപ്പും കൂടെ. അപ്പോൾ നിങ്ങൾ ഈ മിക്സ് ചെയ്യുമ്പം ഈ മിക്സർ ഒത്തിരി ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ചേർക്കുക. ബട്ടർ നമ്മൾ ഈ മൈദയുടെ മിക്സറായിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തു. ഇതിനി മാറ്റി വെക്കാം. നമ്മുടെ അവനിലെ കേക്ക് ഒരു 20 മിനിറ്റ് ബേക്ക് ആയ ശേഷം ഇതിൻ്റെ പുറത്തിട്ടിട്ടാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ കേക്ക് കുക്ക്ഡ് അല്ല, മേലെ ജസ്റ്റ് സെറ്റായിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ടോപ്പിംഗ് പുറത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അവനിൽ നിന്ന് സ്ട്രെയിറ്റ് എടുത്തുകൊണ്ട് വന്നതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ അടുത്ത് വെച്ച് തന്നെ ഇത് ഇടുക. എന്നിട്ട് ഉടനെ തന്നെ തിരിച്ച് വെക്കുക. വീണ്ടും വെക്കുക. മേലെ ഒരു ബ്രൗണിങ് വരും. അതുവരെ ബേക്ക് ചെയ്തെടുക്കുക. ഒരു 15-20 മിനിറ്റ്സ് എടുക്കും. സ്ട്രൂസൽ ഇട്ട ശേഷം ഒരു 15-20 മിനിറ്റ്സ് എടുത്തു. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എപ്പോഴും ഓർക്കുക, നന്നായിട്ട് ആറിയ ശേഷം മാത്രം ട്രാൻസ്ഫർ ചെയ്യുക. നമ്മുടെ കോക്കനട്ട് സ്ട്രൂസൽ കേക്ക്, അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് അകം നല്ല സോഫ്റ്റ് ആയിരിക്കും, മോയ്സ്റ്റ് ആയിരിക്കും. അതിൻ്റെ പുറത്തെ ടെക്സ്ചർ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് പുറത്തെ ടെക്സ്ചർ ഇച്ചിരി സോഫ്റ്റർ ആവും. അപ്പോൾ നമുക്ക് മുറിച്ചെടുക്കാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. ചൂടോടാണെങ്കിൽ മുറിക്കുമ്പോൾ ഒന്ന് പൊടിയാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ കേക്ക് 1-2 ദിവസം പുറത്ത് വെച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ 1 വീക്കോ 2 വീക്സോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.